Hello guys, welcome back to the video. So, in this video, 30,000 rupees in the 5 best gaming smartphones. So, video like this tech videos channel subscribe to the set the bell icon press all video like അപ്പോൾ കൂടുതൽ മുന്നേ പോരാടിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ലിസ്റ്റിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഇൻഫിനിക്സിൻ്റെതാണ്, ഇൻഫിനിക്സ് GT30 Pro. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ അത്യാവശ്യം ഒരു നല്ല ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. ഈ ഒരു 30K ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു കിടിലൻ പെർഫോമൻസ് ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. പിന്നെ അത് ഇതുപോലത്തെ ഒരു കിടിലൻ ലുക്കിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 144 Hzന്റെ 1.5K AMOLED ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ മീഡിയടെക്കിന്റെ Dimensity 8350 അൾട്ടിമേറ്റ് എന്ന് പറയുന്ന പ്രോസസറാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലൻ പെർഫോമൻസ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. നിങ്ങൾക്ക് BGMI 120 FPS വരെ പറ്റും. ക്യാമറയിലേക്ക് വരുമ്പോൾ 108 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്, പ്ലസ് ഒരു 8 മെഗാപിക്സലിന്റെ ഒരു ക്യാമറയും 13 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്, 45 വാട്ട്സിന്റെ ചാർജിങ് ഒക്കെയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു 30K ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾ ഒരു കിടിലൻ ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. പിന്നെ മറ്റേ സൈഡിലെ മറ്റേ ട്രിഗർ പോലത്തെ സംഭവം ആ ഒരു ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫിനിക്സ് GT30 Pro പരിഗണിക്കാവുന്നതാണ്. പിന്നെ ബാക്കിൽ RGB ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവർക്ക് നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. സോ ഈ ഒരു സാധനത്തിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിന്റെ 8+ 256GB ROM വേരിയന്റ് 24,999 rupees വരുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് OnePlusൻ്റെതാണ്, OnePlus Nord 5. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.8 ഇഞ്ചസിന്റെ 1.5K AMOLED ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്, 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8S Gen 3 ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലൻ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്, പ്ലസ് 50 മെഗാപിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയും. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറയിൽ. സോ എന്തുകൊണ്ടും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു OnePlus Nord 5 പരിഗണിക്കാവുന്നതാണ്. ഈ ഒരു 30K ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടും. എല്ലാവരും ചാടിപ്പോയി ഈ ഒരു ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊന്നും നോക്കണ്ട. ജൂലൈ 10 ഇതൊക്കെയാണ് ആമസോണിലൊക്കെ വരുന്നത്. സോ ആ ഒരു സമയം വരെയൊക്കെ ഒന്ന് നോക്കിയിട്ട് നോക്കുക. പിന്നെ സെയിൽ വരെ കാത്തിരിക്കുകയാണെങ്കിൽ ഇനിയും പ്രൈസ് കുറഞ്ഞ് കുറേ സ്മാർട്ട് ഫോൺസ് കിട്ടും. സോ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ആലോചിച്ച അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ കാണും എന്ന് നിങ്ങൾ എന്തായാലും പ്രതീക്ഷിച്ച ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും നമ്മുടെ iQ Neo 10R. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തായാലും ഒരു കിടിലൻ പെർഫോമൻസിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. പിന്നെ ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. സോ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ് ഈ ഒരു iQ Neo 10R. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 144 Hzന്റെ 1.5K ഫ്ലാറ്റ് AMOLED ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8S Gen 3 ആണ്. നേരത്തെ പറഞ്ഞ സെയിം പ്രോസറാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തായാലും ഒരു കിടിലൻ പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്, OIS-ന്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6400 mAh ഒരു M ബാറ്ററി ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 80 വാട്ട്സിന്റെ ഫ്ലാഷ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 15 വരുന്നത്. സോ ഈ ഒരു സാധനത്തിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിന്റെ 8+ 128GB ROM വേരിയന്റ് 26,878 rupees വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 25,000 ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ വാങ്ങാവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. ഒരു കിടിലൻ പെർഫോമൻസ്, ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റി ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടേതാണ്, പോക്കോ F7. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇത്. ഇതുപോലത്തെ ഒരു കിടിലൻ ലുക്കിലും ഒരു കിടിലൻ പെർഫോമൻസിലും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 Hzന്റെ 1.5K AMOLED ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8S Gen 4 ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലൻ പെർഫോമൻസ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്, പ്ലസ് ഒരു 8 മെഗാപിക്സലിന്റെ ക്യാമറയും 20 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 7550 mAh ഒരു M ബാറ്ററിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ 90 വാട്ട്സിന്റെ ടർബോ ചാർജറും. സോ എന്തായാലും എടുക്കുമ്പോൾ ഈ ഒരു സൈബർ സിൽവർ എഡിഷൻ തന്നെ എടുക്കുക, അതാണ് കാണാൻ ഒരു ലുക്ക് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലൻ പെർഫോമൻസ് ഒക്കെ വെച്ച് വരുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും ഒക്കെ വെച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു കിടിലൻ ബാറ്ററി ലൈഫ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. സോ ഈ ഒരു സാധനത്തിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിന്റെ 256GB ROM വേരിയന്റ് 31,999 rupees വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 29,999 rupees വാങ്ങാവുന്നതാണ്. സോ എന്തുകൊണ്ടും ഈ ഒരു 30K ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു കിടിലൻ സ്മാർട്ട് ഫോൺ ആണ്, ഒരു പെർഫോമൻസ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ ആണ്.
സോ ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. പിന്നെ ലുക്ക് വൈസ് പറയുമ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു പോക്കോ F7 നമ്മുടെ ഒരു ഇൻഫിനിക്സ് GT 30 Pro അതും ഒരു കിടിലൻ ലുക്കിൽ വെച്ച് വരുന്ന സ്മാർട്ട് ഫോണാണ്. സോ ലുക്കും കൂടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് സ്മാർട്ട് ഫോൺസ് ആയിരിക്കും ഒരു നല്ല ചോയ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്മാർട്ട് ഫോണാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ iQ Neo 10R ഒരു ചേട്ടൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. യെസ്, നമ്മുടെ iQ Neo 10. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഒരു കിടിലൻ പെർഫോമൻസും ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ 1.5K ഫ്ലാറ്റ് ആംലഡ് ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇവിടെ ഡ്യുവൽ ചിപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 4 പിന്നെ നമ്മുടെ iQൻ്റെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് Q1 എന്ന് പറഞ്ഞൊരു ചിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡ്യുവൽ ചിപ്സിലാണ് വരുന്നത്. സോ പെർഫോമൻസിനൊക്കെ വേറെ ലെവലായിരിക്കും. ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നമ്മുടെ ഒരു iQ Neo 10. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറയിൽ നിന്നും 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 7000 mAhൻ്റെ ഒരു M.2 ബാറ്ററിയൊക്കെയാണ് വരുന്നത്. പിന്നെ 120 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ബോക്സ് 115 വരുന്നത്. ബൈപ്പാസ് ചാർജിങ് 7K അൾട്രാ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഒക്കെ കിട്ടുന്നുണ്ട്. സോ ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 128GB RAM വേരിയൻറ്റ് 31,999 rupees വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 30,999 rupees വാങ്ങാവുന്നതാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുന്നവർക്കും ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ നോക്കുന്നവർക്കും ഒരു ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ നോക്കുന്നവർക്കും പിന്നെ അത്യാവശ്യം ഒരു നല്ല ബാറ്ററി ലൈഫ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. സോ ഇതൊക്കെയാണ് 30,000 rupees താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് ഗെയിമിംഗ് സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.